ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ഇവാനിയൻ പ്രഭാഷണത്തിലേക്ക് കൂടി എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇവാനിയൻ ധ്യാനത്തിൻ്റെ ഒരു പുതിയ ശോധനപരമായ ചിന്തയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഒന്നാമത്തെ ശോധനപരമായ ധ്യാനത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ചിന്തയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരു ആധ്യാത്മിക സംഘർഷം, അത് എൻ്റെ വിചാരങ്ങളും ദൈവവിചാരങ്ങളും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ഉളവാകുന്ന ഒരു ആധ്യാത്മിക സംഘർഷമാണ്. പല അനൈക്യങ്ങളുടെയും അല്ലെങ്കിൽ പുനരൈക്യം ഇല്ലായ്മയുടെയും ഒക്കെ അടിയിൽ ആർക്കും ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല, ആരും ആരെയും ശത്രുക്കളായി കാണുന്നുമില്ല. പക്ഷെ കുറേ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഉള്ളിൽ നിലനിന്ന് അത് നമ്മളുടെ വീക്ഷണങ്ങളെ, ചിന്തകളെ ഒക്കെ മ്ലേച്ഛതകൾ നിറഞ്ഞതാക്കി മാറ്റും. സോ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക സംഘർഷത്തിൻ്റെ ആ ഒരു റോളിനെ കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകണം. ഈ ഞാൻ വിചാരിച്ചതിനെ എങ്ങനെ മാറ്റി നിർത്താമെന്നോ, അതല്ലെങ്കിൽ ദൈവചിന്തകൾ ഏതൊക്കെയാണ്, അതിലേക്ക് ഞാൻ എങ്ങനെ താദാത്മ്യപ്പെടാമെന്നോ ഒന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അതെല്ലാം വചനപരമായ ഒരു രീതിയിലൂടെ, പഠനാത്മക രീതിയിലൂടെയാണ് ഇതിനെ ബിൽഡപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ അടിയിൽ ഊറിക്കിടക്കുന്ന അല്ലെങ്കിൽ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയ്ക്കടിയിൽ കാണുകയും മണക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ ആധ്യാത്മിക സംഘർഷം. പക്ഷേ നമ്മൾ അല്പം കൂടി ആഴത്തിലേക്ക് അല്ലെങ്കിൽ അല്പം കൂടി ക്ലോസപ്പ് ആയിട്ട് ഈ മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നിസ്സഹായതയുടെ, അല്ലെങ്കിൽ ജീവിതം സ്റ്റാഗ്നൻ്റായി അതിന് ഒരു മൂവ്മെൻറ്റുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ രൂപപ്പെടുന്നതിൻ്റെ വേറൊരു തലമില്ലേ? ആ തലത്തിൽ നിന്ന് വേറൊരു ആധ്യാത്മിക സംഘർഷം ജനിക്കുന്നുണ്ട്. പലപ്പോഴും ധ്യാനങ്ങൾ കൊടുക്കുമ്പോഴും, പ്രത്യേകിച്ച് സീനിയറായിട്ടുള്ള അച്ഛന്മാർക്കും സന്യസ്തർക്കുമൊക്കെ ധ്യാനം കൊടുക്കുമ്പോൾ, ഒരു ജൂബിലിയൊക്കെ കഴിഞ്ഞ സിസ്റ്റർമാർക്കൊക്കെ ധ്യാനം കൊടുക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഹൗ ഈസ് ലൈഫ്? ഓ അച്ഛാ, അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. പക്ഷെ 25 കൊല്ലക്കാലം ദൈവികമായ പരിവേഷത്തിൽ വളർന്ന അവരുടെ ഉള്ളിൽ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു തിളക്കത്തെയും കാണാറില്ല. അല്ലെങ്കിൽ 25-30 വർഷം കഴിഞ്ഞ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ 2 മക്കളെ കാണുമ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ മക്കളെ ജീവിതമൊക്കെ എങ്ങനെ കടന്നു പോകുന്നു? ഓ അച്ഛാ, അത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ കുട്ടികളല്ലാതെ ആരും ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയുന്ന ഉത്തരം കൊടുക്കാത്ത ഒരവസ്ഥ. ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യരും തിരിച്ചു ഉത്തരം പറയില്ല. ഫാദർ ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം ഫൈൻ താങ്ക് യു എന്ന പദം ആ നഴ്സറി കുട്ടികളിൽ നിന്നല്ലാതെ വേറെ ഊരുത്തിൻ്റെ വായൊന്നും വരില്ല. എല്ലാവരും ഓ അച്ഛന്മാരുടെയൊക്കെ ആശീർവാദത്തിൽ അങ്ങനെയൊക്കെ കടന്നു പോണ്. പിന്നെ ലോകത്തിലല്ലേ കുറച്ച് തട്ടിയും മുട്ടിയും അങ്ങനെ എല്ലാവരും ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു പൂർണ്ണതയില്ലാതെ സംസാരിക്കുന്നു. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. കർത്താവേ, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, അല്ലെങ്കിൽ കുർബാന കാണുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, മിഷൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആകെ ഇങ്ങനെ ഒരു ഇത് കയറി വരിക. അപ്പം ഞാനൊക്കെ ചില നേരത്ത് റിയലി ഐ യൂസ്ഡ് ടു സേ പീപ്പിൾ ദാറ്റ് ഐ ആം സോ ഹാപ്പി. ഓ അച്ഛന്മാർക്ക് ഇപ്പം എന്തിൻ്റെ കുറവ്, ബാങ്കിൽ അങ്ങനെ കിടക്കണ, അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് പോലെ വരണേ, ഒരു ചിന്തയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അച്ഛനൊക്കെ അങ്ങനെ പറയാം. കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അറിയാത്തതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ പറയണേ. ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്? ഈ ലോകത്തിൽ ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്?
ഈ ബുദ്ധിമുട്ടുന്നത് കൊണ്ടല്ലേ അവന് പിന്നെ ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നത്. അവൻ്റെ ബുദ്ധിമുട്ടിപ്പോയി. ആ മുട്ടലാ മാറ്റണ്ടേ, ചിന്തിക്കാൻ തുടങ്ങണം. ആ ചിന്തിക്കാൻ തുടങ്ങാത്തതാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം. എന്നിട്ട് ഇങ്ങനെ പറയുന്ന എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരാം. അങ്ങനെയൊക്കെ ആവാനാണോ നമ്മൾ കുർബാന സ്വീകരിക്കണേ? അങ്ങനെയൊക്കെ ആവാനാണോ നമ്മുടെ കുമ്പസാരവും ആരാധനകളും സ്തുതിപ്പുകളും ഒക്കെ? ത്രോണോസിൽ ആ നെറ്റൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന ആ ദൈവത്തെ നോക്കിയിരിക്കുമ്പോൾ നമ്മളിലൊക്കെ ഉളവാകുന്ന സന്തോഷം, അത് നമ്മളെ ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഒരു വിരാമമിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തികളാക്കി മാറ്റുമോ? അങ്ങനെ പറയുന്നവരുടെ ജീവിതത്തിൻ്റെ അടിയിൽ ചില മ്ലേച്ഛതകൾ കിടക്കുന്നുണ്ട്. അത് അവരെ പുനരൈക്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ ആ ഒരു ബന്ധങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായ രീതിയിൽ ഐ ആം ഹാപ്പി എന്ന് പറയാൻ കഴിയാത്തത്. ഇന്നത്തെ മാറുന്ന സിറ്റുവേഷനുകളിൽ വൈദികന്മാരുടെ ഇടയിൽ, സന്യസ്തരുടെ ഇടയിലൊക്കെ ഈ അൺഹാപ്പിനെസ് ഇങ്ങനെ പെട്ടച്ച് കയറുകയാണ്. മക്കളോട്, യൂത്ത് മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ജീവിതം അവരുടെ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിന്ന് തുളുമ്പി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും 90 കഴിഞ്ഞവരെ പോലെ ഷോൾഡറും ഇടിഞ്ഞ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊക്കെ എന്തൊക്കെയോ ഒരു രോഗം പിടിച്ചിട്ടില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താണ് ഈ രോഗം? അത് അവർ ചീത്തയായതുകൊണ്ടാണോ? അവർ നല്ല മക്കളല്ലാത്തതുകൊണ്ടാണോ? ദേ ആർ ഓൾ വണ്ടർഫുൾ പീപ്പിൾ, ബണ്ടിൽസ് ഓഫ് ലവ്. ഇത്രയും സ്നേഹിക്കാനും ഇത്രയും ആത്മാർത്ഥതയുള്ള മനുഷ്യരെ സംടൈംസ് ഐ റിയലി വണ്ടർ ഹൗ വണ്ടർഫുൾ ആർ ദ പീപ്പിൾ. അത് ഇന്ത്യയുടെ ഏത് കോർണറുകളിലേക്ക് പോയാലും ഒരുപക്ഷെ ചുക്കിച്ചുളിഞ്ഞ് ഒരു 80 വർഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈന്ന് തോന്നുന്ന ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഒരു അമ്മ, ഒരു അമ്മാമ്മ അല്ലെങ്കിൽ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന ഒന്ന് സംസാരിച്ച് ഒന്ന് വർത്താനം പറയാൻ തുടങ്ങുമ്പോഴാണ് തിരിച്ചറിയണേ ആ ഈച്ചയൊക്കെ അറുത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ ഇങ്ങനെ പാഴായിട്ടിരിക്കുന്ന ആ മുത്തശ്ശി ഒരു ബണ്ടിൽ ഓഫ് ലവ് ആണ്. അതിൻ്റെ ഉള്ളിൽ അത് നിറച്ചു വെച്ചിരിക്കുന്ന സ്നേഹം, കരുതൽ, ഒരുപക്ഷെ ആ ഗ്രാമത്തിന് മുഴുവൻ ചലിപ്പിക്കുന്നത് ആ ഒരു മുത്തശ്ശിയുടെ പോസിറ്റീവായ തിങ്കിങ്ങുകളാണ്. നമ്മൾ വിചാരിക്കുകയാണ് അതിനത്ര ഭംഗിയൊന്നുമില്ല, അതിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുന്നതൊക്കെ മോശക്കേടാണെന്നൊക്കെ. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു രോഗങ്ങളിൽ നിന്ന് വരുന്നതല്ലേ. എന്താണ് ആ രോഗം? നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആധ്യാത്മിക സംഘർഷം കടന്നു വരാം. ഓക്കെ, എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഫ്രൂട്ട്ഫുൾനെസ് വേഴ്സസ് ഫ്രൂട്ട്ലെസ്നെസ്. സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഫ്രൂട്ട്ഫുൾനെസ് വേഴ്സസ് ഫ്രൂട്ട്ലെസ്നെസ്. എന്താണ് ഫലപൂർണത? എന്താണ് ഫലരഹിതമായത്? ഈ ചിന്തയിൽ നിന്ന് ഉരുതിരിയുന്ന ഒരു ആധ്യാത്മിക സംഘർഷമുണ്ട്. എൻ്റെ ജീവിതം ഫലമണിഞ്ഞോ? എൻ്റെ ജീവിതാന്തസ്സിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ വിളിക്കനുസരിച്ചുള്ള ഫലത്തെ ഞാൻ പുറപ്പെടുവിച്ചോ? എൻ്റെ ജീവിതത്തിൽ നാം ഫലം പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതം ഒത്തിരി നിരാശയായിട്ട് നമുക്ക് തോന്നും. ഫലപൂർണതയില്ലാതെയായി പോകുന്ന ഒരവസ്ഥയിലാണ് വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒക്കെ ആളുകൾക്ക് തോന്നുന്നത് മണ്ണ് പോലും ഫലരഹിതമായി പോയി, നദികൾ ഫലരഹിതമായി പോയി, അതൊന്നും ഫലഭൂവിഷ്ടമല്ല, ഫലങ്ങളില്ലാതെ ആയി പോകുന്നു എന്ന് പറഞ്ഞ ചിന്തയിലല്ലേ ഒരുതരം നിരാശബോധങ്ങൾ പൊന്തി വരുന്നത്. ഈ എന്താണ് ഫലപൂർണത എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്പഷ്ട ചിന്ത, അല്ലെങ്കിൽ ക്ലാരിറ്റി വന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരും. അത് നമ്മെ പുനരൈക്യത്തിൽ നിന്ന് അകറ്റി മാറ്റും. അസൂയയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ കാണുമ്പോൾ നമ്മൾക്ക് ഒത്തിരി അസ്വാസ്ഥ്യതകൾ കയറി വരും.
ഈ ഫലപൂർണത, ഫലരഹിതം എന്ന് പറയുന്നതിൽ സംജാതമാകുന്ന ആധ്യാത്മിക സംഘർഷത്തെ ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയാ? അത് വളരെ സരളമായി, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിത ചര്യകൾക്കുള്ളിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു യുവതി കല്യാണം കഴിക്കുന്നതും പുതിയ കുടുംബത്തിലേക്ക് പോകുന്നതും കുറച്ച് നാൾ കഴിഞ്ഞ് സ്വാഭാവികമായി അവൾ ഗർഭിണിയാകുന്നതിനെയും കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഒരു പെങ്കൊച്ച്, അവൾ കല്യാണം കഴിച്ചു, അവൾ പുതിയ വീട്ടിലേക്ക് വന്നു, അവൾ ഗർഭിണിയായി. ആ വീട്ടിൽ ഭയങ്കര ആകാംക്ഷ. കുറച്ച് നാളും കൂടിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിക്കാല് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സിനിമ സ്റ്റൈലിലാണെങ്കിൽ എത്ര എപ്പിസോഡ് കഴിഞ്ഞാലും ആ സന്തോഷം കഴിയില്ല. അത് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 9 മാസം കടന്നുപോയി. ആ പെണ്ണിൻ്റെ പല വേദനകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, ആ കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ആഗ്രഹങ്ങൾ, അപ്പിളിക്ക് ഉടുപ്പ് തുന്നൽ, കുഞ്ഞ് കട്ടിലുണ്ടാക്കൽ, എന്തൊക്കെ വേണമെങ്കിലും ആ എപ്പിസോഡുകളിൽ നിറയ്ക്കാം. അത് കഴിഞ്ഞ് പ്രസവ വേദന വരും. പ്രസവ വേദന തുടങ്ങുമ്പോഴേക്കും എല്ലാവരും കൂടി അതിനും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടും. അതിൻ്റെ പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോകും. വരാന്തയിൽ ബന്ധുക്കാരും അല്ലെങ്കിൽ ഭർത്താവും ബാക്കി എല്ലാവരും ഇങ്ങനെ നടക്കണ. 1 എപ്പിസോഡ്, 2 എപ്പിസോഡ്, 3 എപ്പിസോഡ് കഴിഞ്ഞിട്ടും പ്രസവ മുറിയുടെ വാതിൽ തുറക്കണില്ല. അങ്ങേന്നുള്ള മ്യൂസിക് ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ഇത് എപ്പോഴാണ് ഇത് തുറക്കുക, ഇത് എപ്പോഴാണ് ഈ ഒരു എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് അറിയാമെന്ന് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പതുക്കെ ആ പ്രസവമുറിയുടെ വാതിൽ തുറന്നു. നഴ്സ് പതുക്കെ തല പുറത്തേക്കിട്ടു. എല്ലാവരും ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ലായിരുന്നു, കാറ്റിനെ പ്രസവിച്ചതെന്ന് പറഞ്ഞു. ആ പെണ്ണ് കാറ്റിനെ പ്രസവിച്ചു. വലിയൊരു ആരെ കുറ്റം പറയാ? ആ 3 എപ്പിസോഡും കഴിഞ്ഞ് ngേന്ന് മ്യൂസിക് അടിച്ച് ആ വരാന്തയിൽ നിന്നവരുടെ മുഖം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? ആ നഴ്സ് മുഖം വാതിലിങ്ങനെ വാതിൽ തുറന്നിട്ട് ഒന്നുമില്ലായിരുന്നു കേട്ടോ, കാറ്റായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് മിന്നി മറിഞ്ഞൊരു ഭാവങ്ങൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ആ പെണ്ണ് വേണമെങ്കിൽ പറയും, പക്ഷെ 9 മാസം ഞാൻ വേദനിച്ചില്ലേ, ഞാൻ കരഞ്ഞില്ലേ, എൻ്റെ വേദനകൾ, എൻ്റെ കരച്ചിലുകൾ, 9 മാസത്തെ എൻ്റെ ബുദ്ധിമുട്ട്. കാത്തു നിന്നവർ പറയും അതൊക്കെ ശരിയാണ്, പക്ഷെ കുഞ്ഞെവിടെ? കാറ്റിനെ പ്രസവിക്കുന്നവർ, അതൊരു ഭയങ്കര വേദനയാണ്. ചിലരപ്പം എന്നോട് ചോദിക്കും, അച്ഛൻ ഇങ്ങനെ കുടുംബജീവിതത്തെയും അല്ലെങ്കിൽ ഇങ്ങനെ ഗർഭിണി പ്രസവിക്കുന്നു, കാറ്റിനെ പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താത്തിക്കെട്ടി ഒന്നും പറയായിരിക്കും കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞതല്ല, വചനം പറഞ്ഞതാ. വചനത്തിലാണ് ഞാനത് കണ്ടേ. പുത്തുങ്കൂറിൻ്റെ സ്പിരിച്വാലിറ്റിയെ പറ്റി നോക്കിയപ്പോൾ 270 കൊല്ലക്കാലം കാറ്റിനെ പ്രസവിച്ച ഒരു സമൂഹത്തിനെ പിതാവ് എങ്ങനെ കണ്ടു എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദൈവം കാണിച്ചു തന്ന ആ ഒരു വചനം. അത് യെശയ്യായുടെ പുസ്തകത്തിലെ 26-ാം അധ്യായത്തിൻ്റെ 17ഉം 18ഉം വാക്യങ്ങളിലുണ്ട്. അത് എടുത്ത് വായിക്കണേ. യെശയ്യായുടെ പുസ്തകം അധ്യായം 26 വചനങ്ങൾ 17ഉം 18ഉം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവേ, ഗർഭിണി പ്രസവമടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു, എന്നാൽ കാറ്റിന് പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. The simply delivered wind. ആ വചനം പറയുകയാണ്, കർത്താവെ അങ്ങേക്ക് വേണ്ടി, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ അങ്ങനെ വേദനിച്ച് കരഞ്ഞത്. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വേദനിച്ച് കരഞ്ഞു, അങ്ങയുടെ ആരാധനയ്ക്ക് വേണ്ടി, അങ്ങയുടെ പള്ളിക്ക് വേണ്ടി. പക്ഷെ പിന്നീട് 100 നൂറ്റാണ്ടുകളോളം അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ആ ഒരു സമുദായമാകാൻ വേണ്ടിയിട്ട് ഒരു ദൈവസേവനത്തെ ഗർഭം ധരിച്ച് വേദനിച്ച് കരഞ്ഞിട്ട് സമൂഹങ്ങൾ എന്തിനെ പ്രസവിക്കുന്നു? കാറ്റിനെ. അപ്പോഴാ വേദനകൾ നിലനിന്ന് പോകുന്നേ. കാറ്റിനെ പ്രസവിക്കുന്ന മനുഷ്യര്, കാറ്റിനെ പ്രസവിക്കുന്ന സമുദായങ്ങൾ, പള്ളികൾ, ഇടവകകൾ, സഭ ദൈവത്തിന് വേണ്ടി എല്ലാതും നിറച്ച് ഞാൻ ദൈവമക്കളെ മുഴുവൻ എൻ്റെ വയറ്റിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ
ചിലപ്പോൾ നമ്മുടെ സഭയും കാറ്റിനെ പ്രസവിക്കുന്നില്ലേ? നമ്മുടെ പൗരോഹിത്യവും നമ്മുടെ സന്യസ്ത ജീവിതവും നമ്മുടെ ആത്മായരുടെ ജീവിതവും നമ്മൾ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്ന പല സുവിശേഷ മൂല്യങ്ങളും കാറ്റിനെ പ്രസവിക്കുന്നില്ലേ? തിരിച്ചറിയണം. ശോധനപരമായ ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഇസ്രായേലിൻ്റെ കഥയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മന്നയും തിന്ന് 40 വർഷം മരുഭൂമിയിലൂടെ അവർ ദൈവത്തിന് വേണ്ടി കരഞ്ഞു നടന്നു. ഒരു ജനത, അവർക്ക് എന്താ കഴിക്കാനുണ്ടായിരുന്നേ? എവിടെ കിടക്കും, എന്ത് തിന്നും, ഒന്നും അവർക്കറിയില്ല. ദൈവം വിളിച്ചു, അവരിറങ്ങി. ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു ജനത. അവിടുന്ന് പറഞ്ഞ വാഗ്ദാന ഭൂമിയിലേക്ക് നടക്കുന്നതിന് വേണ്ടി ആ ദൈവത്തിൻ്റെ പിന്നാലെ പോയി. പിന്നീട് ജോർദാൻ നദി ക്രോസ് ചെയ്ത് പിന്നീട് യുദ്ധങ്ങളുടെ കാലഘട്ടത്തിലൂടെ പോയി. പിന്നെ ആ വാഗ്ദാന ഭൂമിയിൽ അവരെല്ലാവരും സെറ്റിലായി. പിന്നെ രാജാക്കന്മാരുടെ കാലമായി, പിന്നെ ന്യായാധീശന്മാരുടെ കാലമായി. പക്ഷെ സൂൺ അവര് അടിമകളായിട്ട് അസിറിയയിലേക്ക് നടക്കുകയാണ്. ഇസ്രായേലിനെ അസിറിയൻ ജനത തോൽപ്പിച്ചു കളഞ്ഞു. നിനവെ നഗരം നശിച്ചുപോയി. എന്നിട്ട് അവരെല്ലാവരും കൂടി പ്രവാസികളായിട്ട് അടിമത്തത്തിലേക്ക് നടക്കുന്ന സമയത്ത് എവിടെയോ ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് വേദനയോടുകൂടെ കുത്തിക്കുറിച്ച വചനമാണത്. കർത്താവ് ഒരു ഗർഭിണിയെ പോലെ, അല്ലെങ്കിൽ ഒരു ഗർഭിണി വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങളും അങ്ങേക്ക് വേണ്ടി വേദനയോടെ കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു. പക്ഷെ അത് കാറ്റിന് പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. ബാബിലോണിലേക്കുള്ള യാത്ര മധ്യേ അപരിചിതരുടെ ഇടയിൽ ഈ പാട്ട് ഞങ്ങൾ എങ്ങനെ പാടും എന്ന് പറയുന്ന 137 സങ്കീർത്തനത്തിലും ഈ കാറ്റിനെ പ്രസവിക്കുന്ന കഥ നമ്മൾക്ക് കേൾക്കാം. പിന്നീട് ഇസ്രായേലിന്റെ കാറ്റിനെ പ്രസവിക്കുന്നത് ഒരു വിലാപമായിട്ട് ജെറമ്യാ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുമ്പോൾ പഴയ നിയമത്തിലെ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾക്ക് കിട്ടും. കാറ്റിനെ പ്രസവിച്ച ഒരു സമൂഹത്തെ ഓർത്ത് വേദനിച്ച് കരയുന്ന ഒരു പ്രവാചകൻ. അതിൻ്റെ 3-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയും, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു കഴിഞ്ഞു. ദൈവമേ, നീയും നിന്റെ ചിന്തകളും ഒക്കെ എനിക്ക് കയ്പേറിയ ഒരു ദ്രാവകം പോലെയായി മാറി. എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുവോ അന്നൊക്കെ എൻ്റെ മനസ്സ് വിഷാദമഗ്നമായി തീർന്നു. പിന്നീട് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പ്രത്യാശയുണ്ട്. അദ്ദേഹം ഓർത്ത കാര്യമായിരുന്നു, എല്ലാ പ്രഭാതങ്ങളിലും എൻ്റെ ദൈവമേ, നിന്റെ വിശ്വസ്തതയും സ്നേഹവും പുതിയതാണ്. പക്ഷെ കാറ്റിനെ പ്രസവിച്ച നശിച്ചുപോയ ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്നിട്ട് ജെറുസലേമിൻ്റെ ഭഗ്നാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ജെറമ്യാ പ്രവാചകൻ അങ്ങനെ ഒരു കരച്ചിൽ നടത്തുന്നത്. നമുക്ക് കാറ്റിനെ പ്രസവിക്കുന്ന പുത്തുങ്കൂർ സമുദായത്തിനെ കണ്ടുകൂടെ? പുതുങ്കൂർ സമുദായം ചിലപ്പോഴൊക്കെ ഇസ്രായേലിൻ്റെ നേർക്കാഴ്ചയായി. കൂനംകുരിശ് സത്യത്തിൽ ആ ജനങ്ങൾ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെയല്ലേ ഗർഭം ധരിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആ ജനങ്ങളും അതിന് ചുറ്റുമുള്ളത് മനസ്സിലാക്കി നമ്മൾ കാറ്റിനെയാണ് പ്രസവിക്കുന്നതെന്ന്. പിന്നീട് 270 കൊല്ലക്കാലം നടന്ന എല്ലാ കർമ്മങ്ങൾക്കിടയിൽ, നോമ്പുകൾക്കിടയിൽ, പ്രാർത്ഥനകൾക്കിടയിൽ, ആരാധനകൾക്കിടയിൽ ദൈവത്തിന് വേണ്ടി പട്ടിയും പൂച്ചയും പോലെ തല്ലുകൂടുന്ന ഒരു സമുദായത്തിൻ്റെ നടുക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു നമ്മൾ കാറ്റിനെയാണ് പ്രസവിക്കുന്നതെന്ന്. അത് തിരിച്ചറിയാൻ കഴിയാതെ ഒരു ലോകത്തിൻ്റെ മുഴുവൻ അപഹാസ്യപാത്രമാകുമ്പോൾ സ്വയം തിരിച്ചറിയുന്നില്ല കാറ്റിനെയാണ് പ്രസവിക്കുന്നതെന്ന്. പിതാവ് അത് തിരിച്ചറിഞ്ഞു. 1919 പിതാവ് തൻ്റെ ആദ്യത്തെ സന്യാസ സമൂഹത്തെ സ്ഥാപിക്കുന്നത്, മുണ്ടമലയിലേക്ക് കയറുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അനുസരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ ഈ വലിയ സന്യാസിയുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരും. എൻ്റെ സന്യാസം ഇങ്ങനെ പോയാൽ കാറ്റിനെ പ്രസവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ? കാരണം എൻ്റെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിൻ്റെ അന്തരാളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അനുസരണക്കേട്, ആ അനുസരണക്കേടിൻ്റെ മുകളിൽ ഞാൻ എത്ര സന്യാസത്തെ പടുത്തുയർത്താൻ ശ്രമിച്ചാലും
അവസാനം ഞാൻ മണലിൽ വീട് പണിയുന്നതിന് തുല്യമാകില്ലേ? സന്യാസത്തിൽ തൻ്റെ ജീവിതം ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ അനുസരണക്കേട് ഒരു വലിയ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെ പിതാവിനെ അനുഭവിക്കാൻ തുടങ്ങി. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും മടിക്കുന്നവരായിരിക്കാം. പക്ഷെ പിതാവ് ഗിരിദീപത്തിൽ തൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ ഇപ്രകാരം എഴുതുന്നു. പിതാവ് തൻ്റെ സന്യാസം പോലും കാറ്റിനെ പ്രസവിക്കുന്ന ഒരു എക്സസൈസ് ആയിട്ട് തിരിച്ചറിയാൻ തുടങ്ങി. അത് എഴുതുകയാണ്: പള്ളികളായ പള്ളികളിൽ എവിടെയും സമാധാനം സന്തുഷ്ടിയും കാണപ്പെടുന്നില്ല. സംക്ഷിപ്തമായി പറയുന്ന പക്ഷം സമുദായ ശരീരമാകവെ കീറിയും വ്രണപ്പെട്ടിരിക്കുകയുമത്രേ. എത്രയൊക്കെ സുഖപ്പെടാൻ കഴിഞ്ഞപ്പോഴും പുത്തങ്കൂർ സമുദായം കാറ്റിനെ പ്രസവിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ ഒരു ജനതയ്ക്ക് വേദനയില്ലായിരുന്നോ? അവിടെ മുടക്ക് കൽപ്പനയായിക്കോട്ടെ, കത്തോലിക്കേറ്റ് സിംഹാസനം സ്ഥാപിക്കുന്നതായിക്കോട്ടെ, ഒറ്റപ്പണ കേസുകളായിക്കോട്ടെ, കോടതി വ്യവഹാരങ്ങളായിക്കോട്ടെ, ഒത്തിരി കർമ്മങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ പിതാവിൻ്റെ സമയത്ത് ആ സമുദായം കാറ്റിനെ പ്രസവിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് പിതാവിനെ ആഴത്തിൽ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെ സ്പർശിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുനരൈക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ കരുതിയാണ്, അല്ലെങ്കിൽ വ്യക്തി കരുതിയാണ്, ഞാൻ വളരെ ഫലഭൂയിഷ്ഠമായ അല്ലെങ്കിൽ ഫലപൂർണതയുള്ള ഒരു ജീവിതത്തിന് ഉടമയാണ്, പിന്നെ എനിക്ക് ഒന്നും ആഡ് ചെയ്യാനോ കൂട്ടിച്ചേർക്കാനോ ഇല്ല. പക്ഷേ ഉള്ളിൽ തിരിച്ചറിയുകയാണ്, ഈ കാട്ടിക്കൂട്ടലുകൾക്കും ഈ വേദനകൾക്കപ്പുറത്ത് ഞാൻ ഒന്നിനെയും പ്രസവിക്കുന്നില്ല, ഞാൻ ഒന്നിനെയും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കളയും. ഒരു സമൂഹം മുഴുവൻ കാറ്റിനെ പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ വരണമെന്നില്ല. പക്ഷെ ചിലർക്കൊക്കെ വന്നുകൂടെ, ചിലർക്കൊക്കെ ലോകത്തിന് നോക്കി പറഞ്ഞുകൂടെ, ഈ കർമ്മങ്ങൾക്കടിയിൽ ഫലങ്ങളില്ല എന്ന്. ഒരുപക്ഷെ നമ്മൾ സഭയായെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളിലോ ചിന്തകളിലോ ഒന്നും ദൈവികമായ ഫലങ്ങളില്ല എന്ന്. നമ്മളൊരു സഭയായിട്ട് കാറ്റിനെ പ്രസവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? നേർക്കാഴ്ചകളായിട്ട് എപ്പോഴെങ്കിലും കാണണം. നമ്മുടെ വേദനകൾ, ദുഃഖങ്ങളൊക്കെ ദൈവികമായ ജീവനെ ഉൽപ്പാദിപ്പിക്കാനാണെന്നും അല്ലെങ്കിൽ അതെല്ലാം ഈ ലോകത്തിന് കൊടുക്കാനാണെന്നുമുള്ള തിരിച്ചറിവ് വരണം. കാറ്റിനെ പ്രസവിക്കുന്നവരുടെ വലിയ കൂട്ടായ്മയല്ല സഭ എന്ന് തിരിച്ചറിയണം നമ്മൾ. ഫലപൂർണമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പുത്തങ്കൂർ സമുദായത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവ് കയറിയ ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ ശോധനപരമായ ധ്യാനത്തിലൂടെ പിച്ചിക്കീറുമ്പോൾ, അല്ലെങ്കിൽ തനിക്ക് ചുറ്റും ഊറിക്കൂടുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഫലശൂന്യമായ പ്രവർത്തികളുടെ ഒരു സമന്വയം പിതാവ് ദർശിക്കുന്നു. എല്ലാ കഷ്ടപ്പാടിനു ശേഷവും ഫലങ്ങൾ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആധ്യാത്മിക വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇരയാകും. ഒന്നും ചെയ്യണമെന്നില്ല. നമുക്ക് കാറ്റിനെ പ്രസവിക്കാം. ഇനി എങ്ങനെ കാറ്റിനെ പ്രസവിക്കുന്നു എന്ന് പറയുന്ന ആധ്യാത്മിക സംഘർഷം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വരും. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിലപ്പോഴൊന്നും പറയാനറിയില്ല, എനിക്ക് എന്നെ പറ്റി പറയാനറിയാം. പട്ടത്തിന് വേണ്ടിയിട്ട് കാശ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും ചേർത്ത് വലിയ ഓർഡിനേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സങ്കീർത്തന മുറിയിൽ ഓർഡിനേഷൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഓർഡിനേഷൻ ഈ സങ്കീർത്തിയിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിരിക്കും. എൻ്റെ പിതാവ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തായി പറയണേ? ഓർഡിനേഷനുകളൊക്കെ ഈ സങ്കീർത്ത മുറിയിലാണോടാ കൊടുക്കുക? അതൊക്കെ വലിയ ആഘോഷങ്ങളല്ലേ. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു. 10-11 വർഷത്തെ ഈ പ്രിപ്പറേഷന് ശേഷം നാളെ ഞാൻ കാറ്റിനെ പ്രസവിക്കുകയോ? അവരെല്ലാവരും വലിയ പട്ടം കൊടയുടെ ആഘോഷത്തിലേക്ക് കൊട്ടും കുറവയും എടുത്തു വരുമ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ എൻ്റെ ജനത എന്നെ നോക്കി പറയോ, വെറും കാറ്റായിരുന്നു എന്ന്.
പിന്നീട് എൻ്റെ പൗരോഹിത്യത്തെയും എൻ്റെ സുഹൃത്തുക്കളുടെ പൗരോഹിത്യത്തെയും എൻ്റെ സഭയുടെ പൗരോഹിത്യത്വമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും കാറ്റിനെയാണ് നമ്മളെല്ലാവരും കൂടി പ്രസവിക്കുന്നതെന്ന്. അപ്പോൾ ആ അച്ഛനോ അല്ലെങ്കിൽ ആ പുരോഹിതനോ പറയാം, ഞാൻ വിട്ടുപോയി വേറെ ആരെങ്കിലും കൂടെ പോയോ, ഞാൻ ഇടവക നടത്തുന്നില്ലേ, ഞാൻ സെർമണുകൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, ഞാൻ കുദാശകൾ നടത്തുന്നില്ലേ, അതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ദൈവജനം ആഗ്രഹിച്ചിരുന്നത്. അവരൊരു പുരോഹിതനെയായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ദൈവജനം ഒത്തിരി വേദനയോട് മനസ്സിലാക്കുന്നു, കാറ്റായിരുന്നു അത്. ചിലപ്പോൾ ചെറുപ്പക്കാർ പിള്ളേർ സെർമൺ കേട്ടിട്ട് പറയും കാറ്റായിരുന്നു അത്, അവർ സിംപ്ലി ഗ്യാസ് അടിച്ചു വിടാന്ന് പറയും. ആ അച്ഛൻ കാറ്റിനെ പ്രസവിക്കുക. അപ്പോൾ അച്ഛൻ പറയും, തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഇൻ്റർനെറ്റ് തപ്പി കണ്ടുപിടിച്ച പുതിയ പുതിയ അടികളായിരുന്നു ഞാൻ അടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പിള്ളേർ പറയും ചുമ്മാ കാറ്റായിരുന്നു അച്ഛാ എന്ന് പറയും. കാറ്റിനെ പ്രസവിക്കുക. ഇനി നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് നോക്കി നോക്കിയേൻ. മക്കൾക്കൊക്കെ യൂത്ത് പിള്ളേർക്ക് ധ്യാനം കൊടുക്കുമ്പോൾ മക്കൾക്ക് അപ്പനോടും അമ്മോടും ഭയങ്കര കല്യ. ഇപ്പം ഞാൻ ചോദിക്കും മക്കളോട്, അതെന്താ മക്കളെ നിന്റെ അപ്പനോട് നിനക്ക് എത്ര ദേഷ്യം? അത് അപ്പനൊന്നും അല്ല എന്ന് പറയും. അപ്പം ഞാൻ ആ ചേട്ടനെ വിളിച്ചിട്ട് പറയും, മകനെന്താ എത്ര ദേഷ്യം? അതൊന്നും എനിക്കറിയില്ല അച്ഛാ, പക്ഷെ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് പിള്ളേരെ വായയിലേക്ക് അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കണില്ലേ, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണില്ലേ, പഠിപ്പിക്കാൻ വിടണില്ലേ, വെറുതെ അനാഥരായിട്ടൊന്നും വിട്ടിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ അണ്ണാക്കിലേക്ക് കുത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവനൊക്കെ ഡ്രസ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലൊക്കെ വലിയ ആളായിട്ട് നടക്കുന്ന ഒരു ആണിനെ അല്ലായിരുന്നു മക്കൾ ആഗ്രഹിക്കണേ. മക്കളൊരു അപ്പനെയാണ് ആഗ്രഹിക്കണേ. പക്ഷെ ആ അപ്പൻ അവിടെ ഇല്ല. അത് കാറ്റിനെ പ്രസവിച്ചു. അതല്ലെങ്കിൽ കൈ പിടിച്ചു കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ പെണ്ണിന് മനസ്സിലാവും ഭർത്താവ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഭർത്താവ് പറയും, ഞാൻ ഇവളെ വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയെന്ന്. അങ്ങനെ അവളെ വിട്ട് വേറെ ഒരു സ്ഥലത്തേക്കും പോകാത്ത ഒരു ഒണാമണനെ അല്ല അവൾ ആഗ്രഹിച്ചത്. അവളൊരു ഹസ്ബൻഡിനെ ആഗ്രഹിച്ചേ. പക്ഷെ അതവിടെ ഇല്ല. അവൻ കാറ്റിനെ പ്രസവിക്കുക. മറിച്ചും ഇടവഴികളിൽ അധികാരി വർഗങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്നത് കാണുന്നില്ലേ? മെയ് മാസത്തിൽ മാവിൻ്റെ ചോട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കളിക്കും, ഉപ്പൊക്കെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോയിട്ട്. കാറ്റടിച്ച് കഴിഞ്ഞാൽ പച്ചമാങ്ങ വീഴും. അപ്പോൾ അത് നിലത്ത് അടിച്ചിട്ട് പീസായി കഴിഞ്ഞാൽ അതും ഉപ്പും കൂട്ടി തിന്നാൻ വളരെ രസമാണ്. പക്ഷെ മാവിൻ ചോട്ടിൽ നിന്ന് കുറേ കഴിഞ്ഞ് കാറ്റടിച്ചിട്ടും ഒരു മാങ്ങ പോലും വീഴാതെ ആവുമ്പോൾ ഈ കുട്ടികളെല്ലാവരും പോകും. ഒന്ന് സങ്കല്പിക്കുക. അപ്പം മാവ് കുട്ടികളെ വിളിച്ചിട്ട് പറയും, എന്താ മക്കളെ പോണേ, എന്താ കളി നിർത്തിയേ? അപ്പം പിള്ളേർ പറയും മാങ്ങില്ല. അപ്പൊ മാവ് പറയും, ഈ തോട്ടത്തിൽ 50 മാവും തൈകൾ നട്ടതാ, ഞാൻ ഒരാൾ മാത്രമാണ് വലുതായിരിക്കണേ. കാറ്റും മഴയൊക്കെ കൊണ്ട് ഞാനിപ്പോൾ ഒരു 10-25 കൊല്ലമായി വളർന്നിങ്ങനെ നിൽക്കണ്. കുട്ടികൾ സത്യം പറയും, ഇങ്ങനെ വളർന്നിട്ട് എന്താ കാര്യം? നല്ല ഫലം പുറപ്പെടുവിച്ചാലല്ലേ കാര്യമുള്ളൂ. ആ മാവ് കാറ്റിനെ പ്രസവിക്കുക. ഞങ്ങൾ അച്ഛന്മാരുടെ ഇടയിലൊക്കെ ഒരു പറച്ചിലുണ്ട്. എൻ്റെ ബാച്ചിൽ 22 പേരുണ്ടായിരുന്നു, അച്ഛനയക്കുന്നത് ഞങ്ങൾ 3 ആളാ. ഓ സോ വാട്ട്. കാറ്റിനെ പ്രസവിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് എന്ത് ഗുണമുണ്ടെന്നാ പറയണേ? പക്ഷെ ഈ ആധ്യാത്മിക വേദന ഒരു കുടുംബത്തെ ഗ്രിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു സമൂഹത്തെ ഗ്രിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ ക്രമപ്പെടുത്തലുകളിലേക്കും ശരിപ്പെടുത്തലുകളിലേക്കും കടക്കും. പക്ഷെ അത് അല്പം കൂടി പുഷ് ചെയ്താൽ നമ്മളെല്ലാവരും പോയി ആത്മഹത്യ ചെയ്യും. ഇപ്പൊ ഭൂഗർഭജലം താന്നുപോയി എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ മഴയും ഈ പ്രകൃതിയുടെ ഭാവങ്ങളൊക്കെ മാറി വരുന്നെന്ന് പറയുമ്പോൾ, പ്രകൃതി പോലും കാറ്റിനെ പ്രസവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നില്ലേ? പ്രകൃതി അതിൻ്റെ സമയങ്ങളിൽ അതിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പ്രസവിക്കുമെന്നും, അത് മഴയായാലും കാറ്റായാലും മഞ്ഞായാലും വെയിലായാലും അതിൻ്റെ സമയങ്ങളിൽ അത് പ്രസവിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ആ വേദനകൾക്കപ്പുറത്ത് മഴ വരുന്നില്ല, മഞ്ഞ് വരുന്നില്ല. അപ്പൊ കർഷകൻ തന്നെ നെഞ്ചത്തടിച്ചു പറയാ, ചതിച്ചൂലോ എൻ്റെ പ്രകൃതി, നീ കാറ്റിനെയാണല്ലോ പ്രസവിക്കുന്നത് എന്ന് പറയില്ലേ? പുനരൈക്യമില്ലാത്തതുകൊണ്ടാ കാറ്റിനെ പ്രസവിച്ചേ. പുനരൈക്യമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യനും മണ്ണുമായിട്ടും പ്രകൃതിയായിട്ടും മലയായിട്ടും മഴയായിട്ടും പുനരൈക്യപ്പെടാത്തത് കൊണ്ടാ. വിചാരിച്ചു ഇതൊക്കെ വെട്ടിപ്പിടിച്ച് ഈ ഉള്ളിൽ നിറച്ചു വെച്ചാൽ മാത്രം നമ്മൾക്കെല്ലാം കിട്ടാന്ന് വിചാരിച്ചു. പുനരൈക്യപ്പെടണം. ഇവാനിയൻ വഴിയിലൂടെ ഇനി ഒത്തിരി പോകാനുണ്ട്. ഈ ആധ്യാത്മിക സംഘർഷത്തിൻ്റെ അടിയിലേക്ക് അല്പം കൂടി കടന്നു ചെന്ന് നമ്മൾ അപഗ്രഥിക്കുകയും
നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും സമുദായത്തിലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാറ്റിനെ പ്രസവിക്കുന്നത് എന്ന് അല്പം കൂടി ആഴത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പിതാവ് തൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയെ വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടു. ഒരുപക്ഷെ അദ്ദേഹം ആ സന്യാസത്തിലേക്ക് കടന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണേ. നമ്മൾ ആരും നമ്മളെ തന്നെ അകത്തി നിർത്തി കാണുന്നില്ല. പക്ഷെ പിതാവ് തൻ്റെ ജീവിതത്തെയും തൻ്റെ സമൂഹത്തെയും തന്നിൽ നിന്ന് മാറ്റി നിർത്തി ഒരു ശോധനപരമായ ധ്യാനത്തിലൂടെ ഈ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് വെളിപ്പെടുത്തുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് അദ്ദേഹം മാറുന്നത്. സന്യാസത്തിൻ്റെ തലങ്ങൾ അദ്ദേഹത്തിന് അതിന് ഒത്തിരി സഹായമായി. ഞാനിവിടെ നിർത്തുകയാണ്. ഒന്ന് ചിന്തിക്കുക. ഇവാനിയൻ വഴിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുടുംബത്ത് കാറ്റിനെ പ്രസവിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ജോലി സ്ഥലത്ത്, ഇടവകയിൽ, നിങ്ങളുടെ ഇടവക അച്ഛൻ, വികാരി, ബിഷപ്പ്, അതല്ലെങ്കിൽ പല ചാനൽ ചർച്ചകൾക്കും സാക്ഷികളാകുമ്പോൾ നമ്മളെ ഒക്കെ ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ചൂഴ്ന്നു നിൽക്കുന്ന സഭ ഒരു വലിയ കാറ്റിനെ പ്രസവിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴൊക്കെ ഒരു ആത്മനൊമ്പരം തോന്നുന്നുണ്ടോ? ദാറ്റ്സ് വെരി സീക്രട്ട് ഫീലിംഗ്. കാരണം ഒരുപക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനെ മനസ്സിലാക്കുമ്പോൾ. പക്ഷെ കണ്ണിൻ്റെ കോണിൽ ഒരു നനവോടുകൂടെ ഒരു കുറിയലായുസ്വൻ ചെല്ലാൻ നമ്മൾ അതിന് സഹായിക്കും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഫലമണിയാനാണ്. ആ ഫലമണിയുന്നതാണ് പുനരൈക്യം. രക്ഷാകരമായ തിരുത്തലിലൂടെ വീണ്ടും ദൈവം നമുക്ക് ഫലം നൽകും. അതുകൊണ്ടാണ് ഈ അബ്രാഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇസഹാക്കിൻ്റെ ഭാര്യയ്ക്കും യാക്കോബിൻ്റെ ഭാര്യയ്ക്കും ഒന്നും മക്കളില്ലാതിരുന്നത്. ദൈവമാണ് ആ ഫലഭൂയിഷ്ഠത, ദൈവമാണ് ആ ഓഹരി. അവനാണ് പുനരൈക്യപ്പെടുകയും സഹവസിപ്പിക്കുകയും ഒന്നിച്ചു നിൽക്കുന്നതിൽ ഫലത്തെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവൻ. ആ സൂത്രത്തിൽ നിന്നാണ് ദൈവം പറയുന്നത്, ഞാനാണ് ഈ മുന്തിരി വള്ളി, നിങ്ങളാണ് ശാഖകൾ. പുനരൈക്യപ്പെട്ട് നിന്നാൽ നിങ്ങൾ ഫലത്തെ പുറപ്പെടുവിക്കും. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഈ ധ്യാന ചിന്തകളിലേക്ക് വീണ്ടും പ്രവേശിക്കാം. ആമേൻ.